നമസ്കാരം. നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഈ തവണ +2 റിസൾട്ട് വന്ന ശേഷം നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞനിയന്മാരും അനിയത്തിമാരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് 4 പേപ്പർ പോയിട്ടുണ്ട്, ചിലർക്ക് 3 പേപ്പർ പോയിട്ടുണ്ട്, ചിലർക്ക് 2 പേപ്പർ പോയിട്ടുണ്ട്, ചിലർക്ക് ഒറ്റ പേപ്പറേ പോയിട്ടുള്ളൂ. അവരോടൊക്കെ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാം കേരള ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ സേ പരീക്ഷ എഴുതുക, മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ട് പാസ്സായില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട. അതിൽ പല ആൾക്കാരും സേക്ക് കൊടുത്തിട്ട് പോലുമില്ല. 4 പേപ്പറുള്ള ആളുകളൊന്നും പലരും സേക്ക് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ സേ പരീക്ഷ എഴുതാൻ മാക്സിമം സേ പരീക്ഷ എഴുതി അതിൽ പാസ്സാകാൻ ശ്രമിക്കുക. ഇനി അതിൽ പാസ്സായില്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ ഇനിയിപ്പോൾ ഏതായാലും റിസൾട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ അതിലിങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് നിങ്ങളുടെ ആ ഒരു എനർജിയൊക്കെ കളയുന്നതിനേക്കാൾ നല്ലത് മറ്റെന്തുണ്ട് ഒരു ഓപ്ഷൻ എന്ന് നമ്മൾ നോക്കുന്നതാണ്. അവരോട് ഞാൻ പൊതുവേ പറയുന്നത്, NIOS എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ +2 കോഴ്സ് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് പാസ്സാകാം. ഈ +2 പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിച്ച സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഒരു +2 പാസ്സായാൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഈ +2 കൊണ്ട് ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾ പാസ്സായ 2 പേപ്പർ നമുക്ക് NIOS എന്ന് പറയുന്ന ഈ ബോർഡിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ഫലത്തിൽ 3 പേപ്പർ മാത്രം എഴുതിയാൽ മതി. ഇവിടെ പലരും ഞങ്ങളോട് വിളിച്ച് ചോദിക്കാനുള്ള കാരണം, ദയാവിഷനിൽ പഠിക്കുന്ന കുട്ടികൾ ഭൂരിപക്ഷവും പാസ്സാകുന്നത് എന്തുകൊണ്ട് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. NIOSൻ്റെ +2 ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പാസ്സാകാനുള്ള കാരണം, ഞങ്ങൾ ഏകദേശം 15 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് NIOS പ്രോഗ്രാം മാത്രം ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം ഏതൊക്കെ മേഖലയിൽ നിന്ന് ചോദ്യം വരും, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വരും, അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ സാധ്യത എന്നൊക്കെ കൃത്യമായി ഞങ്ങളുടെ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിദ്യാർത്ഥികളും ഇവിടെ പാസ്സാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. ഇനി ഫെയിലായിപ്പോയല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെട്ട് നിങ്ങൾ ആ സ്വപ്നങ്ങളെല്ലാം കഴിഞ്ഞ രീതിയിൽ നിങ്ങൾ ഇരിക്കേണ്ട. നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ദയാവിഷനെ സമീപിക്കുക. നമുക്ക് ഈ 6 മാസം കൊണ്ട് +2 പാസ്സാകാം. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാം. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, +2 നമുക്ക് എല്ലാ ആവശ്യത്തിനും +2 വേണം. അപ്പോൾ അതുകൊണ്ട് +2 ഒന്ന് ഫെയിലായി പോയി എന്ന കാരണം കൊണ്ട് നിങ്ങളാരും പഠനം നിർത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.